ടു യാ മേ ദിസ് മൂവി ഈസ് ടു ബി എക്സ്പീരിയൻസ് ഇൻ ദ തിയേറ്റേഴ്സ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആരും ഈ സിനിമ തിയേറ്റേഴ്സിൽ പോയി കാണാത്തതും സപ്പോർട്ട് ചെയ്യാത്തതും എക്സ്പീരിയൻസ് ചെയ്യാത്തതും. ക്രിട്ടിക്സ് അല്ലാണ്ട് ഞാൻ ആരും ഈ സിനിമ നോർമലി സംസാരിക്കുന്നത് കേൾക്കണ പോലും ഇല്ല. പക്ഷെ ഞാൻ പറയാണ്, ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. തിയേറ്റേഴ്സിൽ കാണാൻ വേണ്ടിയാണ് ഈ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിടിലൻ സിനിമയാണ്. എനിക്ക് സിനിമയിൽ ആകെ ഒരു പ്രശ്നമായിട്ട് തോന്നിയ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു യൂഷ്വൽ ബോളിവുഡ് റൊമാൻസ് ആണ് കാണിക്കുന്നത്. അത് അവർക്കൊന്ന് കട്ട് ഷോർട്ട് ചെയ്യായിരുന്നു. പക്ഷെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ബോളിവുഡ് റൊമാൻസ് ആണെങ്കിൽ പോലും അത് വളരെ വിഷ്വലി എസ്തറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടും ഓർഗാനിക്കലി രസകരമായിട്ടാണ് സിനിമ ഫസ്റ്റ് ഹാഫിൽ വിഷ്വലി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കിഡിലിനായിട്ട് എഡിറ്റ് ചെയ്ത് സ്റ്റൈലിഷ് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് ഡീസെന്റ്ലി വാച്ചബിൾ തന്നെയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലോട് കിടക്കുമ്പോഴാണ് ക്രോക്കഡൈൽ വരുന്നത്. ആ ഒരു ക്രോക്കഡൈൽ പോർഷൻസ് ചിലപ്പോൾ എല്ലാവർക്കും കുറെ ലോജിക്കലായി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, എങ്ങനെ ഒരു ക്രോക്കഡൈൽ പൂളി വന്നു. പക്ഷെ അതെല്ലാം വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻസ് തിരിച്ചു ഉന്നയിക്കാൻ ഉണ്ടാവില്ല. ക്രോക്കഡൈലിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പോലെ അടിപൊളി ഗംഭീരമായിട്ടാണ് ആനിമെട്രോണിക്സും CGI ഒക്കെ ഉപയോഗിച്ച് വേറെ ലെവലായിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ അതിനകത്ത് ക്രോക്കഡൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി സിനിമ ബ്രില്യൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബിജോയ് നമ്പ്യാർ എന്ന ഡയറക്ടറിന്റെ ആ ഒരു വിഷൻ, കൺവിക്ഷൻ, ഹാർഡ് വർക്ക്, ഇതിനെല്ലാം നമ്മളുടെ ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റും. ശരിയാണ്, ബിജോയ് നമ്പ്യാറുടെ സിനിമ എല്ലാവർക്കും കണക്ട് ആവണമെന്നല്ല, എല്ലാവരും കപ്പ് ഓഫ് ടീ അല്ല, ഡിഫറെന്റ് എക്സ്പെരിമെന്റൽ സിനിമയാണ്. അതേപോലെ ഈ ഒരു സിനിമ ഡിഫറെന്റ് ആണ്. നമ്മളൊരു യൂഷ്വൽ ബോളിവുഡ് സിനിമ കാണുന്ന പോലത്തെ ഒരു ടെക്നിക്കൽ വർക്കും അതേപോലത്തെ കഥയൊന്നും അല്ല. പക്ഷെ എന്നാ പോലും ഞാൻ പറയാണ്, ഇത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ്. സെക്കൻഡ് ഹാഫിലോട് കടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫ് എസ്പെഷ്യലി അവസാനത്തെ അരമണിക്കൂർ ഭയങ്കര ടെൻഷൻ അടിക്കും. കുറെ ആ സ്ട്രഗിൾസും ആ ക്യാരക്ടേഴ്സിന്റെ പോരാട്ടവും. ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഇവരുടെ ഒരു ഇമോഷണൽ ഡെപ്തും ഇവരുടെ ഒരു റൊമാൻസിനൊന്നും വലിയ കണക്ഷൻ ഫീൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ നമുക്കൊരു ഇമേഴ്സീവ് എഡ്ജ് ഓഫ് എ സീറ്റ് എക്സ്പീരിയൻസ് സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യണത്. നല്ല രീതിയിൽ ടെൻഷൻ അടിക്കും. അതേപോലെ തന്നെയാണ് ഇതിന്റെ ക്രോക്കഡൈൽ വരുന്ന ഓരോ സീക്വൻസസും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആ ഒരു ഓറ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും ആ ഒരു പേടി വരാൻ തന്നെയാണ്. നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും, എസ്പെഷ്യലി അവസാനത്തെ ഒരു അരമണിക്കൂർ തന്നെ. പിന്നെ അവർ എസ്കേപ്പ് ചെയ്യാൻ നോക്കണം, ഓരോ സർവൈവൽ യൂസ് ചെയ്ത പാറ്റേൺസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തോന്നി. അതേപോലെ ഇതിന്റെ പെർഫോമൻസസ്, ആദർശ് ഗൗരവ് ഒരു ബ്രില്യൻ പെർഫോമർ ആണെന്ന് നേരത്തെ കാണിച്ചിട്ടുണ്ട്, വെർസ്റ്റൈൽ ആക്ടർ ആണെന്ന് നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ഞാൻ ഷനായയുടെ പെർഫോമൻസ് ആദ്യമായിട്ടാണ് കാണുന്നത്, പക്ഷെ ഇതിനകത്ത് അത്യാവശ്യം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ പെർഫോമൻസ് കൂടെ നല്ലതാണ്, നമുക്ക് അവരുടെ ഇമോഷൻസ് നമുക്ക് ശരിക്കും കണക്ട് ആവും. പിന്നെ നെഗറ്റീവിലോട്ട് കിടക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ആ ഒരു ബോളിവുഡ് റൊമാൻസ് ആയിരുന്നു ഈ സിനിമയുടെ ഒരു പ്രശ്നം. അവർക്കത് നമ്മുടെ കിൽ എന്ന സിനിമയിൽ റൊമാൻസ് വളരെ പെട്ടെന്ന് കാണിച്ചവർ ഇതിനകത്തും അവർക്ക് വളരെ ഫാസ്റ്റ് കാണിക്കായിരുന്നു. ചിലപ്പോൾ ബിൽഡ് ചെയ്ത് ക്യാരക്ടേഴ്സായിട്ട് വളരെ ഇമോഷണലി കണക്ട് ആവാൻ വേണ്ടിയായിരിക്കും ഫസ്റ്റ് ഹാഫിൽ റൊമാൻസ് ഇത്രയും നീട്ടി കാണിച്ചത്. പക്ഷെ ഈ സിനിമയിലെ പോരായ്മ, അല്ലെങ്കിൽ റൈറ്ററിന്റെ പോരായ്മ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നീട്ടി വലിച്ച് കാണിച്ചിട്ട് പോലും നമുക്ക് ആ ഒരു ഇമോഷൻ ഡെപ്തോ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. സെക്കൻഡ് ഹാഫിൽ ഫീൽ ചെയ്യും, പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് വലിയ രീതിയിൽ ഫീൽ ചെയ്യില്ല. പക്ഷെ അത് വലിയ പ്രശ്നമായിട്ട് കാണണ്ട. ഓവറോൾ ദിസ് മൂവി ഈസ് ടു ബി വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഇത് കിഡിലൻ സർവൈവൽ സിനിമ തന്നെയാണ്. പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അബി റിവ്യൂസ്.